ഹലോ കേക്കാട്ടോ. ഞാനേ പുറത്താണ്. അപ്പൊ ചിലപ്പോ സൗണ്ട് പ്രോബ്ലം ആയിരിക്കും. ഓക്കെ. സ്റ്റെയർ ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇത്ര സ്പേസ് അതില്ലേ, എടുക്കുമ്പോൾ. ഞാനേ നമ്മുടെ സിവിൽ ചെയ്യണ എഞ്ചിനീയർക്ക് ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ചിലപ്പോ ഒന്ന് ജോയിനിങ് റിക്വസ്റ്റ് വരുമായിരിക്കും. ഓക്കെ. ഒറ്റ മിനിറ്റ്. ഇവരുടെ സൈറ്റ് എഞ്ചിനീയറിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഹലോ ഹലോ ഹലോ. ഓക്കെ. സ്റ്റെയറിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. ഇതും ഓക്കെ ആണോ? ഈ സ്പേസ് ഇത്ര സ്പേസ് നമുക്കിവിടെ വരുന്നുള്ളൂ. ബാക്കി സ്പേസ് ഇത്ര സ്പേസാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ മറ്റേ പാനൽ വർക്കിൻ്റെ കാര്യം പറഞ്ഞില്ല, അത് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞൊരു സ്പേസിലായിരിക്കും വരിക. അപ്പോൾ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്കിവിടെ ഓക്കെ. ഡോറ് വരുവാണെങ്കിൽ അത് തുറക്കാനും ഒരു സ്പേസ് വേണ്ടേ. ഇങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? അതില് സ്റ്റെയറിന്റെ സ്റ്റെപ്സിന്റെ കളറേ സെയിം കളർ കൊടുത്താൽ മതി. ആണോ? എനിക്ക് അയച്ചു തന്ന മോഡലിൽ ഇതായിരുന്നു. അത് ഞാൻ റെയില് കാണിക്കാൻ വേണ്ടിട്ട് അയച്ചത് മാത്രം. പിന്നെ കിച്ചണിൻ്റെ സ്റ്റഡി ഏരിയയിൽ ഇങ്ങനെ മതിയോ? ഹലോ. ഓക്കെ ആണേ. മിറർ ഇങ്ങനെ മതിയോ? ഗ്ലാസ് കൊടുത്തത് മതി മതി. ഇതിങ്ങനെയല്ലേ കൊടുക്കാൻ പറഞ്ഞേ? അതെ. നമുക്കപ്പോൾ മിറർ ഈ ഒരു ഷേപ്പിലുള്ളത്, മിറർ എങ്ങനത്തെ ആയാലും നമുക്ക് കിട്ടും ഷോപ്പിൽ. അപ്പോൾ നമുക്കുള്ള മോഡൽ വെച്ചിട്ട് അസിമെട്രിക്കൽ ആയിട്ടുള്ള 1-2 മോഡൽസ് ഉള്ളൂ. അപ്പോൾ അതിൽ ഈ ഒരു ഷേപ്പാണ് മതിയല്ലോ അല്ലേ? ഹലോ ഹലോ കേക്കാം. കിച്ചണിൽ നമ്മൾ വേറെ അഡീഷൻ കബോർഡ്സിൻ്റെ പറഞ്ഞില്ലായിരുന്നു. അപ്പം അത് ഇവിടെ ഇത്രയും ലെങ്ത്തിൽ വന്നിട്ട് പിന്നെ താഴെ മാത്രം നമുക്ക് അതുപോലുള്ള ചെറിയത് പറഞ്ഞത്. ഓക്കെ. അതിനകത്ത് ഈ കബേർഡ്സിന്റെ ഡോർസ് ഇതേപോലെ ചെറുത് വേണ്ട കേട്ടോ. അതിപ്പോ തൽക്കാലം നമുക്ക് മോഡലിനനുസരിച്ച് അത് നമുക്ക് ചെയ്യുമ്പോൾ മീൻസ് വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ചെയ്യാൻ പറ്റും. കാരണം നമ്മളിതിങ്ങനെ എൻലാർജ് ചെയ്തും അങ്ങനെ എടുക്കുമ്പോൾ ഒന്ന് ഷോർട്ടായി പോണത്. ഓക്കെ. നമ്മളെന്തായാലും ഇവിടെ ചെയ്യുമ്പോൾ പ്ലേറ്റിൻ്റെ അതൊക്കെ ഇതിൻ്റെ ഇത്രയും ഡീറ്റെയിലിങ്ങിലോട്ട് നമ്മൾ 3Dയിൽ അങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പം അല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ വർക്കായിട്ട് ചെയ്യുമ്പോൾ ഓരോ പ്ലേറ്റ്സിൻ്റെയും അതിൻ്റെ കൗണ്ട് അനുസരിച്ചിട്ടുള്ളൊരു നമുക്ക് ഏകദേശം ഒരു പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതായിരിക്കും ഇതിൽ കാണാൻ പറ്റുക. മനസ്സിലായി. സ്പേസ് പ്ലാനിങ് ഒക്കെ. പിന്നെ ഡബിൾ ഹൈറ്റ് കൊടുത്തത് ഇതുപോലുള്ളൊരു ഷാൻഡിലിയർ ആണ് കൊടുത്തത്. ഹലോ. ഷാൻഡിലിയർ ഇതിപ്പോൾ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആയിട്ട് അനുസരിച്ചല്ലേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു മോഡൽ കൊടുക്കുന്നതേ ഉള്ളൂ. അത്യാവശ്യം ഇതൊക്കെ നമുക്കിപ്പോൾ ഷോപ്സിലൊക്കെ കാണുന്ന ഒരു മോഡലാണ്. കൂടുതൽ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് അത് അവൈലബിൾ ആയിട്ട് കിട്ടണമെന്നൊന്നുമില്ല. പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അങ്ങനെ നോക്കി എടുത്താൽ മതി. ഇതിൻ്റെ മോഡൽ ഞാൻ ഒരെണ്ണം സ്കെച്ച് ചെയ്ത് അയച്ചു തരാം.
അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ അതനുസരിച്ച് ഞാൻ ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ എങ്ങാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നമുക്കൊരു പിന്നെ നമ്മൾ ചെയ്യണ്ടേ. ആ ആ ആ. അപ്പോൾ ഒരു ഞാൻ സ്കെച്ച് ചെയ്ത് തരാം. അപ്പോൾ ഈ പൂജ യൂണിറ്റിന്റെ കാര്യമല്ലേ പറഞ്ഞേ? എന്തോ അതെ പൂജ അതെ യൂണിറ്റ്. അതെ ആ ഓക്കെ അത് ഞാൻ വാട്സപ്പ് ചെയ്ത് തരാം. എന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ എന്നോടൊന്ന് കൺഫർമേഷൻ പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ. ഓക്കെ. പിന്നെ നമ്മൾ ചേഞ്ചസ് വരുത്തിയത് വേറെ ഇവിടുത്തെ ബാത്റൂമിൽ പൊസിഷൻ മാറ്റണമെന്ന് പറഞ്ഞിരുന്നില്ല. ആ ബേ വിൻഡോയുടെ അവിടെ കേർട്ടൻസ് വരൂലേ? ബേ വിൻഡോന്റെ കർട്ടൻസ് ഓരോരുത്തർ ചിലർ ഓപ്പൺ ആയിട്ടിടും. അങ്ങനെ കർട്ടൻസ് വേണമെങ്കിൽ നമുക്കവിടെ സ്പേസ് കൊടുത്തിട്ട് ചെയ്യാം. ആ അതിനുള്ളൊരു പ്രൊവിഷൻ ഒന്ന് കാണിച്ചേക്കണേ. എന്തോ ആ അങ്ങനെ ഓപ്പൺ ആയിട്ട് ഇടണമെങ്കിൽ ഇവിടെ അതിനനുസരിച്ചുള്ള മിറർ ഗ്ലാസ് കൊടുക്കുമ്പോഴേ അങ്ങനെ കൊടുത്താൽ മതി. അല്ലെങ്കിൽ മറ്റേ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഇവിടെ കർട്ടൻസ് നമുക്ക് ഇടാം. നോർമൽ ഹൈറ്റിലുള്ള കർട്ടൻസ് പോരെ? ആ നോർമൽ. അതായത് 210 വരുന്നത് നമ്മുടെ ഡോർ ഹൈറ്റ് ഒക്കെ ഉണ്ടാവില്ലേ, ഏകദേശം അതിനേക്കാളും കുറച്ചും കൂടെ പൊക്കിയായിരിക്കും ഏറ്റവും ടോപ്പിന്നുള്ളത്. ഓക്കെ ഓക്കെ. ഇതിന്റെ പൊസിഷൻ ബാത്റൂം ചേഞ്ച് ചെയ്തത്. അപ്പൊ ഇതുപോലുള്ള ഒരു നിഷാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പറഞ്ഞില്ല ഇതിന്റെ ബാക്കിൽ മതി എന്ന് പറഞ്ഞില്ലായിരുന്നോ? ഓക്കെ. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചെറിയൊരു സ്പേസ് ഉള്ളത് കൊണ്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ വെച്ച് കൊടുത്താണ്. അപ്പോൾ ചെയ്യുമ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ അത് നമ്മുടെ ഡോർ ഇറങ്ങി വരുമ്പോ തന്നെ ഈ ഒരു കോർണറിലായിട്ടേ. അപ്പോൾ അങ്ങനെ അത് വേണമെങ്കിൽ ഇത് കുറച്ചുകൂടെ ഹൈറ്റ് കൊടുത്താൽ നമുക്ക് വേണമെങ്കിൽ അവിടെ ഇതുപോലുള്ള ടവൽസ് ഒക്കെ ഇടാം. പിന്നെ അതുപോലെ കുറച്ച് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാം. ഓക്കെ. ഗ്രൗണ്ട് ഫ്ലോർ ഓക്കെ ആണ്. ഇതിന്റെ ടൈലിന്റെ കളർ ഏകദേശം നമ്മൾ ഇതാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ വരുമ്പോ ഈ ഒരു കളറിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ. പിന്നെ എനിക്കൊരു ആ ലിവിംഗ് ഏരിയയിൽ നമ്മൾ ടിവി യൂണിറ്റിന്റെ അവിടെ ഗ്രീൻ കളർ കൊടുത്തില്ലേ? അത് നമുക്ക് അവിടെ സ്റ്റോറേജ് സ്പേസ് വരുന്നില്ലേ? അല്ല സ്റ്റോറേജ് അല്ല, ടിവി യൂണിറ്റിന്റെ അവിടെ ഗ്രീൻ കളർ കൊടുത്തിട്ടില്ലേ വാളിന്? ഓക്കെ ഓക്കെ. അത് മാറ്റിയിട്ട് എന്തെങ്കിലും ഒരു വുഡൻ ടെക്സ്ചർ എന്തെങ്കിലും കൊടുക്കണമായിരിക്കില്ലേ ഭംഗി? ഗ്രീൻ അവിടെ ഒരുപാട് ഗ്രീൻ വന്ന പോലെ. ഞാൻ ആക്ച്വലി അത് മാറ്റിയിട്ട് അല്ലാണ്ട് ഇപ്പൊ നോർമൽ ആയിട്ടുള്ള കളർ ഇപ്പൊ വോളിന്റെ തന്നെ കൊടുത്തു നോക്കിയതായിരുന്നു. അപ്പൊ ഇങ്ങനെയായിരിക്കും വരാം. അല്ലെങ്കിൽ ഈ ഡോറിന്റെ ഒരു കളർ പോലെ അങ്ങ് സെയിം ആയിട്ട് അങ്ങനെ അങ്ങ് നിൽക്കും. എനിക്ക് തോന്നുന്നു ഇപ്പൊ അവിടെ ഒന്നില്ലെങ്കിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുവാണെങ്കിൽ ഏകദേശം ഡോറിന്റെ കളറായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു കളർ വെച്ച് ഹൈലൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് നോർമൽ വോളിന്റെ സെയിം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ അങ്ങ് പോവാന്നുള്ളതായിരുന്നു. കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്. മാമിന് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. നമുക്ക് ആ ഗ്രീൻ ഷെയ്ഡ് ഒഴിവാക്കാം. ഇപ്പം വേറൊരു കളറാണല്ലോ, നേരത്തെ കാണിച്ചല്ലോ. അത് മാറ്റിയായിരുന്നു. അപ്പൊ അതൊന്ന് ഒരു കൺഫ്യൂഷൻ പറഞ്ഞപ്പോ എനിക്ക് ഇപ്രാവശ്യം മാറ്റി കാണിക്കാന്ന് വിചാരിച്ചു. ഇതും പ്രശ്നമില്ല. അന്ന് കാണിച്ചപ്പോഴേ ഭയങ്കര ഒരു ഇരുട്ട് പോലെ ഫീൽ ചെയ്തത്. ഇവിടെ സ്റ്റെയർ ഉണ്ടല്ലോ, എങ്ങനെയാണ് പോകുന്നത്? മെയിൻ ഈ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഇങ്ങനെയാണോ, അല്ലെങ്കിൽ ഇത് പ്ലെയിൻ ആയിട്ട് ഫുള്ള് ഇതെല്ലാം കവർ ചെയ്തിട്ട് ഫോൾഡിംഗ് ആണ്? എന്തോ ഫോൾഡിംഗ് ആണ്? ഫോൾഡിംഗ് ഫ്ലോട്ടിംഗ് ആണോ ഉദ്ദേശിച്ചത്? ഈ ടൈപ്പ് തന്നെയാ, സെയിം. ഓക്കെ, ഇങ്ങനെ തന്നെയാണ്. ഓക്കെ. ഈ ഭാഗത്ത് എങ്ങനെയാണ് കവർ ചെയ്തേക്കുന്നത്? ഇതുപോലെയാണോ അല്ലെങ്കിൽ വേറെ? ഇല്ല, അവിടെ ഇതുപോലെ അവിടെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ടല്ലേ. അപ്പൊ അല്ല അവിടെ അത് അവരിങ്ങനെയാണത് പണി ചെയ്യാത്തതാണോ, അല്ലെങ്കിൽ അവിടെ റെയില് അങ്ങനെ തന്നെയാണോ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണോ? ശ്രീപൂർണ, പറഞ്ഞോ. ഇതിനകത്തെ ആ കിച്ചന്റെ ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ ഒരു 240 ലിൻഡൽ വന്നിട്ടുണ്ട്. ഈ ഭാഗത്തല്ലേ? അവിടെ 240 ഹൈറ്റിൽ ലിൻഡൽ വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എത്തുന്ന ഒരു സ്ഥലത്തുള്ള ഒരു ബ്രിക്ക് വർക്ക് ഉണ്ടല്ലോ, അതൊരു ചെറിയ പ്രൊജക്ഷൻ. ആ കേസർ ഇരിക്കുന്ന ഒരു പോർഷൻ ഇല്ലേ, അവിടെ ആ ലാൻഡിങ്ങിന്റെ അവിടെ വരെയാണ് വന്ന് നിൽക്കുന്നത്. ആക്ച്വൽ സൈറ്റ് ഫോട്ടോ ആണെങ്കിൽ എടുത്ത് ഇടിയിപ്പിക്കാം. അവിടെ ഒരു ലാൻഡിങ്ങിന്റെ ആ ലെവൽ വരെയാണ് ബ്രിക്ക് വർക്ക് വന്നേക്കുന്നത്, സ്ട്രൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ.
പിന്നെ ഒരു ചെറിയൊരു പ്രൊജക്ഷൻ പോലെ അവിടെ വന്നിട്ടുണ്ട്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആ ഒരു രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട്. ഓ, ആ പ്രൊജക്ഷൻ എവിടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്? അത് എനിക്കൊന്ന് സൈറ്റ് ഫോട്ടോ കണ്ടാല് മനസ്സിലാവുമായിരിക്കും അവിടുത്തെ ഒരു ബ്രിക്ക് വർക്ക്. ഷെയർ ചെയ്ത് അല്ലെങ്കിൽ തരുമെങ്കിൽ. ഡ്രോയിങ് 2D ഡ്രോയിങ് അയച്ചിട്ടാ മതിയോ? ഉണ്ടോ കയ്യില് ഇല്ല, നമ്മൾ ഇതിൽ ബ്രിക്ക് തന്നെയാണ് വർക്ക് ഡ്രോയിങ്? ചെയ്യാറ്. ആ ബ്രിക്ക് വർക്ക് ഡ്രോയിങ് അയച്ചിട്ടേക്കാം, അപ്പൊ ശ്രീപൂർണ്ണ ഷെയർ ചെയ്യാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാവും എങ്ങനെ ബ്രിക്ക് വർക്ക് ചെയ്തേക്കുന്നുള്ളത്. പിന്നുള്ളത് ആ ബെഡ്റൂമിലെ ബേ വിൻഡോ കാണിച്ചല്ലോ. ആ ബേ വിൻഡോയിൽ അതേപോലെ ബോക്സ് വർക്ക് വരുന്നില്ല, സെയിം ലെവലിൽ തന്നെയാണ് ബേ വിൻഡോ വരുന്നത്. വിൻഡോ മാത്രം ഉള്ളിലോട്ട് തള്ളി നിൽക്കും. ഇപ്പൊ എനിക്ക് ഇത് വ്യൂവിൽ മനസ്സിലാകുമ്പോ അടിയിലൊരു കട്ടിങ് പോലെ തോന്നുന്നുണ്ട്. ഓ, അപ്പോ ഈ പോർഷനിൽ സീറ്റിംഗ് സ്പേസ് അവിടെ കൊടുക്കും? ഉണ്ട്, അതായത് ആ വോള് സെയിം ലെവലിൽ വന്നിട്ട് ഒരു സ്ലാബാണ് പുറത്തോട്ട് ചാടുന്നത്. ഓക്കെ, അപ്പോ ആ സ്ലാബിന്റെ വിഡ്ത് എത്രയാ വരുന്നത്? അത് സീറ്റിംഗ് ഒരു 55 ഇതില് വരും. 55 സെന്റിമീറ്റർ പുറത്തോട്ട് ചാടി. ആ ഡെപ്ത് 55 വരും, പക്ഷെ ഈ ഒരു കട്ടിങ് ഉണ്ടാവില്ല, ഉള്ളില് സെയിം ലെവലിലാണ് വരുന്നത്. അത് സെയിം സ്ട്രെയിറ്റ് ലൈൻ വന്നിട്ട് ഇവിടെ നിന്ന് അവിടെ നിന്നാണ് പ്രൊജക്ട് ചെയ്യുന്നത്. മനസ്സിലായി. എനിക്കൊന്ന് ലിവിങ് ഏരിയ അതൊക്കെ ഒന്ന് ഓടിച്ചു കാണിച്ചു തരാം, അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിട്ട് പറയാം. ലിവിങ് ഏരിയയുടെ ആ ഒരു ഡബിൾ ഹൈറ്റിലൊരു ഈ വിൻഡോ ഡബിൾ ഹൈറ്റ് ആണ് പോകുന്നത്. മറ്റേ ആ സോഫ ഇരിക്കണ കോർണറിലുള്ള ആ 2 പാളിയുടെ 1 മീറ്ററിന്റെ. അതെ അതെ, അത് ഫസ്റ്റ് ഫ്ലോറിന്റെ ലിൻഡർ ലെവൽ വരെ പോകുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ ലിൻഡർ ലെവൽ ഏത് ഹൈറ്റിലാണ് വന്നേക്കുന്നത്? ഇവിടുന്ന് 210 അല്ലേ? അത് 210 അവിടുത്തെ. പിന്നെ അതിന്റെ ടോപ്പിൽ ഒരു ഗ്ലാസ് വിൻഡോ വരും. അതിന്റെ ഒരു 3D എലിവേഷൻ ഉണ്ട് ഇവരുടെ കയ്യില്. പിന്നുള്ളത് ഈ 3 പാളിയുടെ വിൻഡോ ഇല്ലേ, 150യുടെ വിൻഡോ തന്നെ ടോപ്പിലും വരുന്നുണ്ട്, ഒരു ഫിക്സഡ് വിൻഡോ പോലെ. അത് ഗ്ലാസ് അല്ലേ? അവിടെ അതും ഗ്ലാസ് ആണ്. നോർമൽ വിൻഡോ പോലെ പുറത്ത് നോക്കുമ്പോൾ കാണും. ഫിക്സഡ് ആണ്. പുറത്ത് നോക്കുമ്പോൾ നോർമൽ വിൻഡോ പോലെ തോന്നും. പിന്നെ ഒരു സിംഗിൾ പാളിയുടെ വിൻഡോ തന്നെ ടോപ്പിലും വരും. ഇപ്പൊ ഒരു 50യുടെ വിൻഡോ കൊടുത്തിട്ടില്ലേ, അത് ആ പാസേജിന്റെ ടോപ്പിൽ ഒരു ബ്രിഡ്ജ് പോലെ നമ്മൾ പാസേജ് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ വരും. സെയിം ലൈനിൽ തന്നെയാണ് കൊടുത്തിട്ടേക്കുന്നത്. പക്ഷെ ആ സെയിം ലൈനിൽ തന്നെയാണ് മുകളിലും വരുന്നത്. പാസേജിന്റെ അണ്ടറിലാണ് വരുന്നത്. ഇതിന്റെ പൊസിഷൻ കറക്റ്റ് ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ ഏകദേശം നടുക്കുന്നാ പറഞ്ഞേ. അപ്പൊ ഇത് ആക്ച്വലി വരുന്നത് ഞാൻ ബ്രിക്ക് വർക്ക് ഡ്രോയിങ് ഉണ്ട്, അപ്പൊ അതില് മെഷർമെന്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഷെയർ ചെയ്ത് തരണേ എത്രയും വേഗം. ശ്രീപൂർണ്ണ ഒന്ന് കൊടുത്തേക്കണേ. ബ്രിക്ക് വർക്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പൊ അതില് പ്രോപ്പർ ആയിട്ട് കിട്ടും. പിന്നെ സ്റ്റെയർ ശ്രീപൂർണ്ണ പറഞ്ഞ ഈ രീതിയാണോ? ഇങ്ങനെയായിരുന്നു ഷെയർ ചെയ്തത്. അടിയിൽ സ്റ്റോറേജ് ആണോ കൊടുത്തേക്കുന്നത്? നമുക്ക് ഇൻവെർട്ടർ ഒക്കെ വെക്കാൻ വേണ്ടിട്ടേ. ഞാൻ വേറെ സജഷൻ പറഞ്ഞോട്ടെ ശ്രീപൂർണ്ണ? നോക്കിയിട്ട് പറഞ്ഞാൽ മതി. സീറ്റിംഗിന്റെ കാര്യമാണോ? ഞാനൊരു സീറ്റിംഗ് ഉദ്ദേശിച്ചായിരുന്നു. പിന്നെ പുറകില് നമുക്ക് ഗ്രീനറി വെച്ച് കഴിഞ്ഞാലേ ആ ഇൻവെർട്ടർ യൂണിറ്റും കാണില്ലായിരുന്നു. ഇൻവെർട്ടർ യൂണിറ്റ് നമുക്ക് ഉള്ളിൽ വെക്കാം, എന്നിട്ട് നമുക്ക് ആ ഗ്രീനറി വെച്ച് കവർ ചെയ്യുന്ന രീതിയിൽ. പെട്ടെന്ന് ഓട്ടത്തിൽ കാണില്ല, കാരണം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഫോൾഡിംഗ് സ്റ്റെയർ എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഈ കബേർഡ് വെക്കാൻ നേരത്തെ അതിന്റെ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. സീറ്റിംഗ് ഉദ്ദേശം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ 3ാമത്തെ ത്രെഡ് ഉണ്ടല്ലോ, 3ാമത്തെ റൈസർ ഉണ്ടല്ലോ, അതിന്റെ അവിടെ നിന്ന് 45 കറക്റ്റ് ഹൈറ്റ് കിട്ടുമ്പോ ആ ത്രെഡ് കണ്ടിന്യൂസ് പോയി ഇതിൽ വന്ന് ആ വോളിൽ വന്ന് മുട്ടുന്ന രീതിയായിരുന്നു ഉദ്ദേശിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇല്ല, വേണ്ടാന്ന് ഞാൻ പറഞ്ഞത്. എന്നോട് പറഞ്ഞ് ഇതേപോലെ സീറ്റിംഗ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ വ്യൂ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്നാ വേണ്ട, കബേർഡ്സ് അവരവരുടെ ഒരു ഇതും കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാ പറഞ്ഞതേ. ദിനാസ് പറഞ്ഞ പോലെ ഒരു 3rd റൈസർ